വസല്ലം. ബഹുമാനികളായ മുഅ്മിനീങ്ങളെ, പൈശാചിക ഉപദ്രവങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് സിഹർ. സിഹറിനെ കുറിച്ച് നമ്മൾ മുമ്പിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് കാണാത്തവർക്ക് കാണാവുന്നതാണ്. മറ്റൊന്നാണ് കണ്ണേർ. അതിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അൽ അയ്നു ഹഖ്ഖുൻ, കണ്ണേർ സത്യമാണ്. കണ്ണേർ സത്യമാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ സംശയിക്കാനൊന്നുമില്ലല്ലോ. ഈ സിഹറിനേക്കാൾ അപകടം പിടിച്ചതാണ് കണ്ണേർ എന്നാണ് വിലയിരുത്തൽ പണ്ഡിതന്മാർക്കിടയിൽ. കാരണം കണ്ണേർ പെട്ടെന്ന് ബാധിക്കുന്ന ഒരു പൈശാചിക ഉപദ്രവമാണ്. സിഹറിനേക്കാൾ പെട്ടെന്ന് ബാധിക്കും. അതുകൊണ്ട് തന്നെ കണ്ണേർ വളരെ അപകടം പിടിച്ചതാണ്. മരണം വരെ സംഭവിക്കാവുന്നതുമാണ് കണ്ണേർ കൊണ്ട്. അതുകൊണ്ട് കണ്ണേറിനെ കുറിച്ച് ഒരു വിവരണം നമ്മളിവിടെ നൽകുന്നത് വളരെ ആഴത്തിലുള്ള പഠനത്തിന് ശേഷമാണ്. കണ്ണേർ എന്ന് പറയുന്നത് ഹൃദയത്തിൽ അസൂയ ഉള്ള ആളുടെ നോട്ടത്തിലൂടെ ഉണ്ടാകുന്ന പൈശാചികമായ ഉപദ്രവമാണ്. പ്രശ്നം കൽബിനാണ്, ഹൃദയത്തിനാണ്. ഹൃദയത്തിൽ അസൂയ നിറഞ്ഞു നിൽക്കുകയാണ്. ആ ഹൃദയത്തിൽ അസൂയ നിറഞ്ഞു നിൽക്കുമ്പോൾ അയാളുടെ നോട്ടം പ്രശ്നമാണ്. ആ നോട്ടം പൈശാചികമായ ഉപദ്രവം നടത്തുന്നു. അതാണ് കണ്ണേർ. നമ്മുടെ മലബാർ ഏരിയയിലൊക്കെ അതിന് നാഖേർ എന്നും നാവൂർ എന്നും ഒക്കെ പറയാറുണ്ട്. സംഗതിയൊക്കെ ഒന്നാണ്. എന്ന് വെച്ചാൽ ഈ അസൂയയുള്ള ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന അസൂയപ്പെട്ട നോട്ടം ആണ് ഇവിടെ അപകടം ചെയ്യുന്നത്. അങ്ങനെ അസൂയയുള്ള അയാൾക്ക് എന്തെങ്കിലും ഒന്ന് പറയാതിരിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അയാൾക്ക് കണ്ടിട്ട് അസൂയയുടെ മനസ്സിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പറയാതിരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ. അപ്പോൾ അതിന് മലബാർ ഏരിയയിലൊക്കെ നാവേർ എന്നും പറയും. സംഗതി രണ്ടും ഒന്നാണ്. അവിടെ നാവ് കൊണ്ട് ഉച്ചരിച്ചാലും ഉച്ചരിച്ചില്ലെങ്കിലും ഈ കണ്ണേറിൻ്റെ ഫലം ചെയ്യും. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് നമ്മുടെ അയൽവാസി ഒരു വണ്ടി എടുത്തു. ഒരു നാടൻ ഉദാഹരണം പറയാം. നമുക്ക് ആ വാഹനം അവൻ എടുത്തതിൽ അസൂയയുണ്ട്. നമുക്കങ്ങനെ ഒരു വാഹനം എടുക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള വാഹനത്തിനേക്കാൾ വിലപിടിപ്പും ഭംഗിയുമുള്ള വാഹനമാണ് അവൻ എടുത്തത് എന്നൊക്കെ നമ്മൾ അറിയുമ്പോൾ നമുക്ക് അസൂയ വരുന്നു. അസൂയുള്ള ആൾക്ക് ആ ഹൃദയത്തിൽ ആ അസൂയ വന്ന് തടം കെട്ടി നിൽക്കുന്നു. അങ്ങനെ ആദ്യമായി ആ വാഹനം കാണുമ്പോൾ ആ അസൂയയിലൂടെ ഉള്ള ആ കാഴ്ച അയാളെ വണ്ടിയെ ഉപദ്രവിക്കുകയാണ്. അത് നാവ് കൊണ്ട് അയാൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു പോകുന്നതാണ്. വളരെ ഉഷാറായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ വാഹനത്തിന് ഒരു അപകടങ്ങളും പറ്റുകയാണെങ്കിൽ അത് ആ വാക്കുകൊണ്ടല്ല, ആ നോട്ടം കൊണ്ടാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞു വെച്ച വിഷയം, നമ്മൾ നാവേർ എന്ന് പറയുന്നതും കണ്ണേർ എന്ന് പറയുന്നതും രണ്ടും ഒന്ന് തന്നെയാണ്. കണ്ണേർ ഉള്ള ആള് അത് അസൂയപ്പെടുന്ന അസൂയ നിറഞ്ഞു നിൽക്കുന്ന മനസ്സിൽ നിന്ന് വരുന്നതാകുന്നു, ആ നോട്ടമാകുന്നു. അങ്ങനത്തെ ആളുകൾ ഓട്ടോമാറ്റിക് അവർ ഉദ്ദേശിക്കാതെ തന്നെ അവരുടെ മനസ്സിലുള്ള അസൂയ നാവിലൂടെ പുറത്തു ചാടൽ സ്വാഭാവികമാണ്. അങ്ങനത്തെ ആളുകൾക്ക് നാവിനെ പിടിച്ചു വെക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫലിക്കാറുണ്ട്. പലർക്കും അപകടമാണെന്ന് മനസ്സിലായതാണ്, പലർക്കും അനുഭവമുള്ളതുമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്, അൽ അയ്നു ഹഖ്ഖുൻ, കണ്ണേർ സത്യമാണ്. ഒരുപാട് ആളുകൾക്ക് അനുഭവം ഉണ്ടാകും. നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ വിഷയം, കണ്ണേർ വളരെ അപകടം ചെയ്യും, മരണം വരെ സംഭവിക്കും. കണ്ണേർ കൊണ്ടുണ്ടാകുന്ന ഒരു 10-18ഓളം ഉപദ്രവങ്ങളെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് 3 കാറ്റഗറികളിലായി തിരിച്ചിട്ടുണ്ട്. ശാരീരികമായി വരുന്നത്, മാനസികമായി വരുന്നത്, കുട്ടികൾക്കുണ്ടാകുന്ന കണ്ണേറിട്ടാലുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെയാണ് വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഈ മഹത്തായ സന്ദേശം അയച്ചു കൊടുക്കുക. ഇത് കൂടുതൽ അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമല്ല. അതുകൊണ്ട് തന്നെ ആദ്യമായി നമ്മൾ കണ്ണേർ കൊണ്ടുണ്ടാകുന്ന ഉപദ്രവം, ശാരീരികമായി ഉണ്ടാകുന്ന ഉപദ്രവം, ബോധരഹിതനായി വീണുപോകും എന്നുള്ളതാണ്. ഇതിന് തെളിവ് ഹദീസ് തന്നെയാണ്. മഹാനായ ആമിർ ബിൻ റബിയ എന്ന് പറയുന്ന സഹാബി റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ നടന്നു പോകുമ്പോൾ സഹൽ ബിൻ ഹുനൈഫ് എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹു ഒരു സഹാബി കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹദീസിലുള്ളതാണ്. സഹൽ ബിൻ ഹുനൈഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ശരീരം കണ്ടപ്പോൾ ആമിർ ബിൻ റബിയ റളിയല്ലാഹു അൻഹു പറഞ്ഞുപോയി, കന്യകയേക്കാൾ സുന്ദരമായ ശരീരം എന്ന് പറഞ്ഞുപോയി. അത് പറഞ്ഞപ്പോഴേക്ക് സഹൽ ബിൻ ഹുനൈഫ് റളിയല്ലാഹു അൻഹു അവിടെ ബോധരഹിതനായി വീണുപോകുന്നു. അങ്ങനെ സ്വഹാബികൾ മഹാനായ സഹൽ ബിൻ ഹുനൈഫ് റളിയല്ലാഹു അൻഹുവിനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹദ്റത്തിൽ കൊണ്ടുപോയപ്പോൾ അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് നിങ്ങളെ സഹോദരനെ ഇങ്ങനെ കണ്ണേർ കൊണ്ട് ഉപദ്രവിക്കുന്നത്? ബാക്കി വെള്ളം കണ്ണേർ ബാധിച്ച ആളുടെ ശരീരത്തിൽ ഒഴിച്ചാൽ അത് പരിഹാരമാണെന്ന് ഹദീസിലൂടെ മനസ്സിലായി. മറ്റു പല പരിഹാരങ്ങളുമുണ്ട്, നമുക്ക് വയ്യ പറയാം. ഈ ഹദീസിലൂടെ ചേർന്ന് വന്ന ഒരു പരിഹാരം നിങ്ങൾ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അപ്പോൾ ആദ്യമായിട്ട് നാവേറിലൂടെ ഉണ്ടാകുന്നത് ബോധം കെട്ടുപോകലാകുന്നു. അത് വളരെ അപകടം പിടിച്ച ഒന്നാണ്. ഹദീസിലൂടെ നമുക്ക് മനസ്സിലായി. രണ്ടാമത്തത് വളരെ ക്ഷീണവും ഊർജം നഷ്ടപ്പെടുന്ന അവസ്ഥയുമാകുന്നു. വീണിട്ടൊന്നുമില്ലെങ്കിലും പെട്ടെന്ന് ഇരുന്നു പോകുന്നു, അല്ലെങ്കിൽ യാത്ര പൂർത്തിയാക്കാൻ കഴിയാത്ത ക്ഷീണം വരുന്നു, ഊർജം നഷ്ടപ്പെടുന്നു. ഇത് രണ്ടാമത്തെ അടയാളമാകുന്നു. ശരീരത്തിന് വരുന്ന കണ്ണേറിൻ്റെ മറ്റൊരു അവസ്ഥ, ഒരു അടയാളം എന്ന് പറയുന്നത്, മൂന്നാമത്തത് ഭക്ഷണം വേണ്ടാത്ത ഒരവസ്ഥയാണ്. വയറിൽ വിശപ്പുണ്ട്, പക്ഷേ ഏത് ഭക്ഷണത്തിനൊന്നും താല്പര്യമില്ല. സാധാരണയിൽ നമ്മളൊരു യാത്ര കഴിഞ്ഞ് പോന്നാൽ നമുക്ക് ഭക്ഷണത്തിനോട് ചെറിയ ഒരു അടുപ്പുണ്ടാകാറുണ്ട്. അടുപ്പല്ല, ഒരു ഭക്ഷണം കഴിക്കാനുള്ള ഒരു പ്രയാസം.
എന്നാൽ ഇതല്ല, ഭക്ഷണത്തോട് താല്പര്യമില്ലാത്തൊരവസ്ഥ സ്ഥിരമായി കണ്ടുവരുന്നുണ്ടെങ്കിൽ അത് കണ്ണേറ് ബാധിച്ചതിൻ്റെ മൂന്നാമത്തെ അടയാളമാകുന്നു. നാലാമത്തത് ഛർദിയും വയറുവേദനയുമാണ്. ഛർദിയും വയറുവേദനയും സംഭവിച്ചാൽ ഉടൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സ തേടുന്നതോടൊപ്പം കണ്ണേറിന് കൂടി നമ്മൾ ചികിത്സ നടത്തിയാൽ ഏത് ഭാഗത്ത് നിന്ന് വന്ന അസുഖമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ചിലപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ഗുളികയും മരുന്നൊക്കെ കുടിച്ചാൽ പോലും മാറുന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ശാരീരികമായി പൈശാചികമായി വന്ന ഉപദ്രവമാകാം. അപ്പോൾ വെറും ഛർദിയും വയറുവേദനയും കണ്ണേറ് കൊണ്ടുണ്ടായതാണ് എന്ന് പറഞ്ഞ് ഒരിക്കലും മെഡിക്കൽ ചികിത്സ നിർത്തിവെക്കാൻ പാടുള്ളതല്ല എന്നുകൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇനി മാനസികമായി ഉണ്ടാകുന്ന ചില അടയാളങ്ങളാണ്. അഞ്ചാമത്തെ അടയാളം ഭയമാണ്. നേരിടാനുള്ള ഭയം. ഇത് കുട്ടികളിലാണ് കൂടുതൽ കാണുന്നത്. പരീക്ഷയെ നേരിടാനുള്ള ഭയം. ഒരു പരീക്ഷയിൽ നമ്മുടെ കുട്ടിക്ക് ഉന്നതമായ മാർക്ക് കിട്ടി. ആ മാർക്ക് കാരണം അവന് സമ്മാനങ്ങൾ സ്റ്റേജിൽ നിന്ന് വാങ്ങി. ആ സമ്മാനം വാങ്ങുന്നത് കുറേ രക്ഷിതാക്കളുടെ മുമ്പിൽ വെച്ചായിരുന്നു. സ്വാഭാവികമായും അവിടെ പഠിക്കാവുന്ന ഒന്നാണ് ഈ പറയപ്പെട്ട സംഗതി. അടുത്ത പരീക്ഷയെ നമ്മുടെ കുട്ടിക്ക് നേരിടാൻ കഴിയാത്ത അവസ്ഥ വരുന്നു. അതിന് നമ്മൾ ചികിത്സിക്കേണ്ടതുണ്ട്. അഞ്ചാമത്തത് അശ്രദ്ധയാകുന്നു. അശ്രദ്ധ. നല്ല ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്തിരുന്ന, ഓഫീസ് വർക്കുകൾ ചെയ്തിരുന്ന, വീട്ടിലെ വർക്കുകൾ ചെയ്തിരുന്ന ഒരാൾക്ക് അശ്രദ്ധ കൊണ്ട്, മറവി കൊണ്ടൊക്കെ അയാളിങ്ങനെ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അശ്രദ്ധ വരുന്നുണ്ടെങ്കിൽ, ഇബാദത്തുകളുടെ കാര്യത്തിൽ അശ്രദ്ധ വരുന്നുണ്ടെങ്കിൽ, മുമ്പത്തേക്കാൾ അശ്രദ്ധ കൂടിയിട്ടുണ്ടെങ്കിൽ, ആറാമത്തെ അടയാളമായി നമുക്ക് ഇതിനെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഏഴാമത്തത് ഒന്നിലും താല്പര്യമില്ലാത്തത്. കണ്ണേറ് കൊണ്ടുണ്ടാകുന്ന ഒരു ഉപദ്രവമാണ്. ഒന്നിനെയും നേരിടാൻ താല്പര്യമില്ല, ഒന്നിനോട് താല്പര്യമില്ലാത്ത അവസ്ഥ പല ആളുകളിലും കാണാറുണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ ഒരു ഭാഗമായി വരാം. അതുപോലെ തന്നെ വിജയത്തിലുള്ള തകർച്ച. കുതിച്ച് ഗ്രാഫ് മുന്നോട്ട് പോകുന്ന ഒരു ബിസിനസ്, കച്ചവടം, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല മാർഗങ്ങൾ പെട്ടെന്ന് ഇടിച്ചിൽ വരുന്നു, തകർച്ച വരുന്നു. ആരോ നമ്മുടെ ബിസിനസ്സിന് അല്ലെങ്കിൽ നമ്മുടെ കച്ചവടത്തിന് അല്ലെങ്കിൽ നമ്മുടെ മേഖലയെ അസൂയയോടുകൂടി സമീപിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഒരു അടയാളമാകുന്നു. എട്ടാമത്തെ അടയാളമാണ് ഉയർച്ചയിലുള്ള തകർച്ച, വിജയത്തിലുള്ള തകർച്ച. ഒമ്പതാമത്തത് ബന്ധങ്ങളിലുള്ള തകർച്ചയാകുന്നു. ഒരു ഭാര്യയും ഭർത്താവും വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് വേറെ ഒരാൾക്ക്, അസൂയുള്ള ഒരാൾക്ക് കാണാൻ പ്രയാസമാണ്. അപ്പോൾ ഈ അസൂയ ഉള്ള ആൾ ഇവരുടെ യാത്ര ഇങ്ങനെ എപ്പോഴും വീക്ഷിക്കുന്നു. അപ്പോൾ ആ അസൂയ നമ്മൾ തട്ടാനും ഫലിക്കാനും സാധ്യതയുണ്ട്. അത് മുഖേന ബന്ധങ്ങൾ തകരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പത്താമത്തത് നഷ്ടങ്ങളാകുന്നു. നഷ്ടം സംഭവിച്ചുകൊണ്ടേയിരിക്കുക. നല്ല ലാഭമുണ്ടാകുന്നതിൽ നിന്ന് പെട്ടെന്ന് നഷ്ടത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ആരോ ഒരു അസൂയയിലൂടെ പണി തന്നിട്ടുണ്ട്. അത് ഈ തന്ന ആൾക്ക് പോലും ചിലപ്പോൾ അറിയില്ലട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സിഹിറും ഇതും തമ്മിലുള്ള വ്യത്യാസം അതാണ്. സിഹിർ എന്ന് പറഞ്ഞാൽ കൽപ്പിച്ചൂട്ടി, കരുതിക്കൂട്ടി നമ്മൾ ഉപദ്രവിക്കുകയാണ്. ഈ സിഹിർ എന്ന് പറഞ്ഞാൽ കരുതി കൂട്ടിയിട്ടല്ലെങ്കിലും അത് ഫലിക്കുകയാണ്. ഈ സിഹിർ തന്ന ആളെ നമുക്ക് കണ്ടെത്തിയ ആളോട് ചോദിച്ചാൽ അയാൾ അതിൽ നിന്ന് സമ്മതിച്ചു. പക്ഷേ ഈ അസൂയ നമുക്ക് തന്ന ആളെ, നമുക്ക് ഈ കണ്ണീർ തന്ന ആളോട് ചോദിച്ചാൽ അയാൾക്ക് പോലും ഇതിൻ്റെ യഥാർത്ഥം അറിയാത്തൊരവസ്ഥ ഉണ്ടാകും. അപ്പോൾ പത്താമത്തത് നഷ്ടമാണ്. നല്ല ലാഭമുണ്ടാകുന്നത് നഷ്ടമാവുക, നേട്ടമുണ്ടാകുന്നത് നഷ്ടമാവുക. ഇത് കണ്ണേറ് ബാധിച്ചതിൻ്റെ ഒരു അടയാളമാകുന്നു. ഇനി 11ാമത്തെ അടയാളം മുഖങ്ങളിൽ വരുന്ന ഒരു പ്രത്യേകമായ മാറ്റമാണ്. നിറം മാറ്റം സംഭവിക്കാം കണ്ണേറ് കൊണ്ട്. അനുഭവമുണ്ട്, എനിക്കല്ല, എൻ്റെ സുഹൃത്തിന് പങ്കുവെച്ചിട്ടുണ്ട്. ഇത് സത്യമാണ്. നല്ല ഭംഗിയുള്ള ഒരു കുട്ടി പെട്ടെന്ന് ആ ഭംഗി നഷ്ടപ്പെടുന്നു. മുഖങ്ങളിൽ കരിവാളിച്ച വരുന്നു. മുഖത്തിൻ്റെ നിറം മാറിപ്പോകുന്നു. കറുത്ത കരിവാളിച്ച അടയാളങ്ങൾ മുഖങ്ങളിൽ പ്രത്യക്ഷമാകുന്നു. ആരോ നമ്മുടെ കുട്ടിയുടെ അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യം കണ്ട് അസൂയപ്പെട്ടിട്ടുണ്ട് എന്നതിൻ്റെ അടയാളമാകുന്നു. അതുപോലെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പുകൾ, കണ്ണിന് ചുറ്റും കറുത്ത അടയാളം വന്ന് നമ്മളെ ഒരു ഭംഗി കേടാക്കി മാറ്റുന്നതുണ്ടെങ്കിൽ നമ്മുടെ ഭംഗിയിൽ ആരോ അസൂയപ്പെട്ടിട്ടുണ്ട്. ഭംഗി കുറച്ചിൽ, അത് 13ാമത്തെ അടയാളമാണ്. ഭംഗി ഇങ്ങനെ പതുക്കെ പതുക്കെ കുറഞ്ഞു വരിക. പലരും അനുഭവങ്ങൾ പങ്കുവെച്ചിട്ടുണ്ട്. നല്ല സുന്ദരനായിരുന്നു ചെറു കുട്ടിയായപ്പോൾ, ഇപ്പോൾ പെട്ടെന്ന് ആ കുട്ടിക്കാലത്ത് തന്നെ ആ ഭംഗി നഷ്ടപ്പെട്ടതായി അനുഭവപ്പെട്ടു പലരും പറഞ്ഞിട്ടുണ്ട്. 14ാമത്തത് വേദനകളാണ്. ശരീരത്തിൻ്റെ വേദനകൾ, നല്ല ആരോഗ്യമുള്ള ശരീരത്തിൻ്റെ ഭാഗങ്ങൾ വേദനിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണേണ്ടതാകുന്നു. ഇനി 15ാമത്തത് കുട്ടികളിൽ വരുന്ന, ഈ കണ്ണേറിലൂടെ കുട്ടികളിൽ വരുന്ന മാറ്റങ്ങളാണ്. കരച്ചിൽ. സത്യമായിട്ടും ഈ കരച്ചിൽ അനുഭവിച്ചവരാണ് നമ്മുടെ ഉമ്മമാർ. കുട്ടികളെ പുറത്തിങ്ങനെ അങ്ങാടികളിങ്ങനെ കൊണ്ടുപോയി വരുമ്പോൾ വന്നാൽ കുട്ടികൾ അന്ന് രാത്രി നന്നായി കരയാണ്. കുട്ടിയെ കണ്ടവർ, അസൂയപ്പെട്ടവർ, അങ്ങനെ കുറേ ആളുകളുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ. ഇപ്പോൾ മക്കളില്ലാത്ത ഒരു ദമ്പതിമാർ, അവർ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല നമ്മുടെ കുട്ടിയെ കാണുമ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് അറിയാതെ വന്നിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള കുട്ടിയാകുമ്പോൾ പല മാതാപിതാക്കൾക്കും ആ കുട്ടിയെ കാണുമ്പോൾ സ്വാഭാവികമായി വരുന്ന പൈശാചികമായ ഉപദ്രവം, കുട്ടികളെ കരച്ചിൽ. രാത്രിയാണ് കൂടുതലും കുട്ടികൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ പാല് കുടിക്കാൻ കുട്ടികൾക്ക് കഴിയാതെ വരിക. കുട്ടികൾ പാല് കുടിക്കണേ ഇല്ല, രാത്രി ഉറങ്ങണേ ഇല്ല. 16ാമത്തെ അടയാളമാണ്. അതുപോലെ തന്നെ 17ാമത്തെ അടയാളം ശരീരം ചൂടും കഠിനമായ തണുപ്പും അനുഭവപ്പെടുക കുട്ടികളിൽ. അതുപോലെ തന്നെ 18ാമത്തത് ശക്തമായ ക്ഷീണം കുട്ടികൾ അനുഭവപ്പെടുന്നതൊക്കെ കുട്ടികളിൽ ഈ കണ്ണേറ് ബാധിച്ചതിൻ്റെ ലക്ഷണങ്ങളാണ്.
ഈ കണ്ണേർ ബാധിച്ചതിൻ്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഇത്തിരി എണ്ണിയത്. 18 അടയാളങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇതിന് ചികിത്സകൾ തന്നെ ചെയ്യാൻ കഴിയുന്ന പ്രതിവിധികളുണ്ട്. കണ്ണേറിന് മന്ത്രിക്കുന്ന ഉമ്മമാരൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും, നല്ല ഫലം ഉണ്ടാവും. അതുപോലെ തന്നെ അതിന് പ്രത്യേകമായ ഒരു മന്ത്രം നമുക്ക് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ആയത്തുൽ കുർസിയും സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും ഒക്കെ ഓതി മന്ത്രിച്ചാൽ കുട്ടികളിൽ നിന്നൊക്കെ ഈ കണ്ണേർ പെട്ടെന്ന് ഇല്ലാതെയായി പോകും. ഖുർആൻ കൊണ്ടുള്ള ചികിത്സയാണ് ഇതിന് പ്രധാനമായിട്ടും ഉപയോഗിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിൽ വന്ന ചികിത്സാ രീതി അത് നമുക്ക് പ്രയാസമായിട്ട് തോന്നും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത ചികിത്സാ രൂപം ആമിർ ബിൻ റബിയ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. ആ കണ്ണേർ ബാധിച്ചത് മഹാനവരുടെ അവയവങ്ങൾ കഴുകിയ വെള്ളം, ഒന്നുകൊടുത്ത വെള്ളം സഹൽ ബിൻ ഹുനൈഫ് റളിയല്ലാഹുവിൻ്റെ ശരീരത്തിൽ ഒഴിച്ചു. അപ്പോൾ ആ ബോധം തിരിച്ചു വന്നു എന്നാണ് ഹദീസിലുള്ളത്. അപ്പോൾ അതും ഒരു ചികിത്സാ രീതിയാണ്, പ്രധാനപ്പെട്ട രീതി അതാണ്. നമ്മൾ എൻ്റെ അസൂയ, എൻ്റെ കണ്ണേർ എൻ്റെ കുട്ടിക്ക് പറ്റിയിട്ടുണ്ട്, അപ്പോൾ അന്ന് ഒന്നുണ്ടാക്കിയിട്ട് എൻ്റെ വെള്ളമാണെന്ന് പറഞ്ഞു വെച്ചാൽ അത് വലിയ കുടുംബ പ്രശ്നമോ അയൽവക്ക പ്രശ്നമൊക്കെ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മറ്റു ചികിത്സാ രീതികൾ നമ്മൾ കണ്ടെത്തി ഇതിൽ നിന്ന് രക്ഷപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് മോചനം നൽകട്ടെ. ഇത് പെട്ടെന്ന് വരുന്ന ഒരു സംഗതിയാണ്, കണ്ണേർ പെട്ടെന്ന് മാറുന്ന ഒരു സംഗതിയുമാണ്. നല്ല പവറുള്ള നാക്കിന് മന്ത്രത്തിന് ഫലമുള്ള ഉമ്മമാരൊക്കെ ഉണ്ട്, നമ്മുടെ നാടുകളിലുണ്ടാവും. അവരൊക്കെ ചെന്ന് കണ്ടു ഊതിയാൽ തന്നെ ഇതിൻ്റെ ആ കേട് നീങ്ങിപ്പോകും. സിഹറിനേക്കാൾ അപകടം പിടിച്ചതാണ്, സിഹറിനേക്കാൾ എളുപ്പം ബാത്തിലാക്കാൻ കഴിയുന്നതുമാണ് എന്ന് എൻ്റെ ഈ ചെറിയ പഠനത്തിലുള്ള അറിവാണ് നിങ്ങളുമായി പങ്കുവച്ചിട്ടുള്ളത്. എന്തെങ്കിലും തിരുത്താനോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. അള്ളാഹു നല്ല അറിവ് നമുക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.